ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. സോ നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ ഏതൊക്കെ പോയിന്റുകൾ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ? അത് മാത്രമല്ല ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജും നമ്മൾ പറയാൻ പറ്റും. ഓരോ ചാപ്റ്ററിന് എത്ര വെയിറ്റേജ്, എങ്ങനെയാണ് ഏതൊക്കെ രീതി എത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നല്ലോ. ഓക്കെ, റെഡി. ആദ്യം നമ്മൾ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ തന്നെയാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിനോടൊപ്പം. അത് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് 18 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ആൽഡിഹൈഡ്സിൽ നിന്ന് വന്നത്. മോസ്റ്റ് പ്രോബ്ലി അതേ അവസ്ഥ തന്നെയായിരിക്കും. 18 മാർക്ക് 16 to 18 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ്? റെയിൻഡ് റിയാക്ഷൻസ് ഒരുപാടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് പഠിക്കാവുന്ന ഒന്നാമത്തെ റിയാക്ഷൻ ഗട്ടൻമെൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ് അല്ലേ. എച്ച്ആർ റിയാക്ഷൻ ഉണ്ട്, സ്റ്റീഫൻസ് റിഡക്ഷൻ, റോസൻമണ്ട് റിഡക്ഷൻ, ക്ലമൻസൺ റിഡക്ഷൻ. ഇതിൽ സ്റ്റീഫൻ റോസൻമണ്ട് ഒക്കെ പഠിച്ചാൽ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ. മക്കൾ ആലോചിക്കുന്നത് റോസൻമണ്ട്സ്, ക്ലെമൻസൺ, അതുപോലെ തന്നെ വോക്കേഷൻ റിഡക്ഷൻ, ഈ മൂന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, അതേപോലെ എനിക്കൊന്ന് ആദ്യം ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിൽ വരുന്നതാണ് എപ്പോഴും സ്റ്റീഫനും റോസൻമണ്ടും ഒക്കെ. അതുപോലെ ഇത് കോണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് ഇതിന്റെ മൊത്തം റിഡക്ഷനും സിമ്പിൾ ഷോർട്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ഇനി അതിൽ നിന്ന് വരുന്നത് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ ഉണ്ട്, കാനിസാറോ റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, HVZ റിയാക്ഷൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് കാർബോക്സ്. അതിൽ ഇമ്പോർട്ടന്റ് ഞാൻ പറയാം 100%, 99.9 അല്ല 100% ഉറപ്പിക്കാവുന്ന റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ ആൻഡ് കാനിസാറോ റിയാക്ഷൻ. ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻസ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് ആൽഡിഹൈഡ് കീറ്റോൺസ്. സോ ഓരോ റിയാക്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ടഫാണെന്ന് തോന്നുമെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, 1 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. വേണമെങ്കിലല്ല ലൈവ് ഉണ്ട് 7 മണിക്ക് തുടങ്ങുന്ന ലൈവിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് 1 മണിക്കൂർ കൊണ്ട് ഓരോ ചാപ്റ്റേഴ്സും ഞങ്ങൾ പഠിപ്പിക്കും. ഏകദേശം 16 മാർക്കിന്റെ വെയിറ്റേജ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൽ വന്ന ചാപ്റ്റർ ആണ് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. വളരെ ഈസി ആയിട്ട് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ഫ്രം ആൽഡിഹൈഡ്സ് ആൻഡ് പ്രിപ്പറേഷൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്. അത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പഠിക്കുന്ന സമയത്ത് രണ്ടും പഠിക്കുന്നുണ്ട്. ഇതിന്റെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ പ്രോപ്പർട്ടി ആണ് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ. അതേപോലെ ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ലൂക്കാസ് ടെസ്റ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡയലോഗാണ് അത്. ലൂക്കാസ് ടെസ്റ്റ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒന്നും ഞാൻ പറയും. അസിഡിറ്റി, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോളിന്റെ അസിഡിറ്റിയുടെ ഓർഡർ വരും. എന്താണ് ഓർഡർ? പ്രൈമറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. പ്രൈമറി മോസ്റ്റ് അസിഡിക് ആണ്. റെഡി അല്ലേ? ആൻഡ് അസിഡിറ്റിയുടെ റീസൺസ് ഒക്കെ ഇന്നത്തെ ലൈവിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഒറ്റ പോയിന്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഒരു പോയിന്റ് ചെയ്താൽ 2 മാർക്ക് കിട്ടും. റെഡി. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ആണ്. അതിൽ ക്യുമീനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കാറുള്ളതാണ്. യെസ്. ദെൻ പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡ് എന്താണ്? പിക്രിക് ആസിഡിന്റെ പറയണ്ട ലൈവിൽ പറയാം. പിക്രിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ലൈവിൽ ഡീസൽ അല്ലേ എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. അതിന്റെ ഫോർമേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. സോ പഠിക്കാം. ആൻഡ് ദെൻ ആൽക്കഹോൾസിൽ ഇനി വരുന്നുണ്ട് റിയാക്ഷൻസ് ഒരുപാട്. ബ്രോമിനേഷൻ ഓഫ് ഫീനോൾ യൂസിങ് വാട്ടർ ഉണ്ട്. അതായത് നമ്മള് ആൽക്കഹോൾസിന്റെയും ഫീനോൾസിന്റെയും മുഴുവൻ കെമിക്കൽ റിയാക്ഷൻസും ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട കുട്ടികൾ അതൊക്കെ കാണുക. പിന്നെ റേമറ്റൈമൻ റിയാക്ഷൻ, കോൾസ് റിയാക്ഷൻ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ആൽക്കഹോൾ ഫീനോൾസ് ഇല്ല അല്ലേ. റേമറ്റൈമൻ റിയാക്ഷനോ കോൾസ് റിയാക്ഷൻ. ദെൻ ഈതറിന്റെ വില്യംസൺ സിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. റിയാക്ഷൻ വിത്ത് HI വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുന്ന സമയത്ത് 2 പോയിന്റ് നിങ്ങൾ പഠിക്കുന്നു. ഞാൻ പറയുന്നു ഈതേഴ്സ് പഠിക്കുമ്പോൾ 2 പോയിന്റ് പഠിക്കുന്നത്. വില്യംസൺ സിന്തസിസ് ആൻഡ് റിയാക്ഷൻ വിത്ത് HI. അതേപോലെ ഒരു കാര്യം കൂടെ, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ ഡീഹൈഡ്രേഷൻ എന്താണെന്നുള്ളത് നോക്കി പോകുക. ഓക്കെ. ദെൻ അടുത്ത ചാപ്റ്റർ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇതേപോലെ 16-18 മാർക്ക് വെയിറ്റേജ് ലഭിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഹാലോ ആൽക്കീൻസ് ആൻഡ് 18 മാർക്ക് വെയിറ്റേജിനേക്കാൾ ഉപരി അത് വളരെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ. ആദ്യത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെയാണ് യൂസിങ് thionyl chloride SOCl to which alcohol. ക്വസ്റ്റ്യൻ ഇപ്പോ തന്നെ പറഞ്ഞു കൊടുത്തേ. Thionyl chloride is the best reagent for the preparation of alkyl chloride from alcohol. Why? Yes. അടുത്തത് ഫിൻകൽസ്റ്റീൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ. ദെൻ SN1 റിയാക്ഷനും SN2 റിയാക്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഡിഫറൻഷിയേറ്റ് SN1 and SN2 റിയാക്ഷൻ. സാൻമേയസ് റിയാക്ഷൻ ഉണ്ട്. ദെൻ അരൈൽ ഹാലൈഡ്സിന്റെ ലെസ് റിയാക്ടിവിറ്റിയുടെ റീസൺ ചോദിക്കും. ക്ലോറോഫോമിന്റെ ഫോർമേഷൻ. ക്ലോറോഫോം എന്താണെന്ന് ചോദിക്കും. ഫോർമേഷൻ. യെസ്. DDTയുടെ സ്ട്രക്ചർ ഉണ്ട്. ഫ്രിയോണിന്റെ യൂസസ് ചോദിക്കാറുണ്ട്. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. കോർഡിനേഷൻ കോമ്പോ. എത്രയാണ് വെയിറ്റേജ്? കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ആൽഡിഹൈഡിനൊപ്പം വെയിറ്റേജ് ലഭിച്ച ചാപ്റ്റർ ആണ്. അതായത് നിങ്ങൾക്ക് ഓർഗാനിക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കുട്ടികളുണ്ടാവും. അവർക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കഴിഞ്ഞ വർഷം 18 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് കോർഡിനേഷനിൽ നിന്ന് വന്നത്.
ആദ്യത്തേത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ. IUPAC നോമൻക്ലേച്ചർ അത് ഉറപ്പാണ്. 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് IUPAC നോമൻക്ലേച്ചർ. യെസ്. ദെൻ സ്ട്രക്ചറൽ ആൻഡ് ജിയോമെട്രിക്കൽ ഐസോമറിസം. എനിക്കൊന്ന് അതിനു മുൻപ് ലിഗാൻസ് ഒക്കെ എന്താണെന്നുള്ളതും ലിഗാൻസിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം മസ്റ്റ് ആയിട്ട്. പിന്നെ സ്ട്രക്ചറൽ ആൻഡ് ജിയോമെട്രിക്കൽ ഐസോമർസ് ഏതെങ്കിലും സിസ് ഐസോമറോ ട്രാൻസ് ഐസോമറോ ഐസോമറിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ലിങ്കേജ് ഐസോമറിസം ഒക്കെ പഠിക്കുക. ദെൻ ഹൈബ്രിഡൈസേഷൻ ചോദിക്കും. അതിൽ ഹൈബ്രിഡൈസേഷൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതെന്ത് ചെയ്യുക 100% ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന വിചാരിക്കെങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക CFTന്റെ പ്രയോറിറ്റി ഒന്നും കിട്ടാറില്ല. പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ കോംപ്ലക്സ് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ നെക്സ്റ്റ്. യെസ്. ദെൻ ഡയഗ്രാം CFT ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കണം. അതിന് മുൻപ് VBT ബാലൻസ് ബോണ്ട് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് പഠിച്ചു. അതിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡയഗ്രാം ആണ് പഠിച്ചത്. സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ഓഫ് ഒക്ടൈഡൽ ആൻഡ് ടെട്രായിഡൽ കോംപ്ലക്സ്. ഈ ഡയഗ്രാം ആണ് പഠിക്കേണ്ടത്, അല്ലാതെ തിയറി മൊത്തം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ നെക്സ്റ്റ്. ദെൻ മെറ്റൽ കാർബൺ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. മെറ്റൽ കാർബൺ ഇല്ലാതെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചേക്ക് അങ്ങ് പഠിച്ചേക്ക് ഉറപ്പാണ് 2 മാർക്ക് മെറ്റൽ കാർബൺ. നെക്സ്റ്റ്. ദെൻ കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുമ്പോൾ അതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം. ദെൻ ഇനി വരുന്നത് ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ എടുത്താൽ തന്നെ ഏകദേശം 15 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സിലെ ഇത്രയും പോയിന്റ്സ് പഠിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഫസ്റ്റ് ടൈമിലേക്ക് പോകാൻ. അപ്പോൾ ആദ്യമായിട്ട് ഏതൊക്കെ റിവൈസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. 20% ചോദ്യങ്ങളാണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ടൈം പഠിച്ചതിനു ശേഷം മാത്രം ഫസ്റ്റ് ടൈമിലേക്കുള്ള യാത്ര. ഫസ്റ്റ് ടൈം ജസ്റ്റ് നമുക്കൊന്ന് പറയാം D and F ബ്ലോക്കിൽ ലന്തനോയിഡ് കൺട്രാക്ഷൻ എന്തായാലും പഠിച്ചേക്കുക. അതേപോലെ അവരുടെ സ്ട്രക്ചർ ക്രോമേറ്റ് ആയോണ്ടെയും ഡൈക്രോമേറ്റ് ആയോണ്ടെയും മാംഗനേറ്റിന്റെയും പെർമാംഗനേറ്റ് ആയോണ്ടെയും സ്ട്രക്ചർ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം, അങ്ങനെ പറയാം. ഓക്കെ. പിന്നെ മാഗ്നറ്റിക് ബിഹേവിയർ, അവരുടെ കോംപ്ലക്സ് ഫോർമേഷൻ, കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ റീസൺസ്, ലാന്തനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെയും 2-3 യൂസസും കൂടി പഠിച്ചു വെക്കുക. ആൻഡ് അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇതേപോലെ നമുക്ക് ഒരുപാട് ചിലപ്പോൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ വരാം. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് കൈനറ്റിക്സിൽ നിന്ന് വന്നത്. ഓരോ വർഷം ഓരോ രീതിയിലാണ് പാറ്റേൺ മാറുന്നത്. ടോട്ടൽ പക്ഷേ ഒരിക്കലും സെക്കൻഡ് ടേമിന്റെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ഡിഫറൻഷിയേറ്റ് ഏതെങ്കിലും 4 പോയിന്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പഠിച്ചു വെച്ചേക്കാം. എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റിയാക്ടന്റ് ഓൺ റിയാക്ഷൻ റേറ്റ്, ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. റേറ്റ് ഇക്വേഷൻ ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി അല്ലേ? മൊത്തം അതേപോലെ അവരുടെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ടി ഹാഫിന്റെ ഇക്വേഷനും അതേപോലെ ടി ഹാഫിന്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കുക. 2 മാർക്കിന് ചോദിക്കും. അറീനിയസ് ഇക്വേഷൻ 1 മാർക്കിന് ചോദിക്കാൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്. പക്ഷെ ക്രിസ്മസ് എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ മെയിൻ എക്സാമിന് ഈ ടോപ്പിക് ഒക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF പഠിക്കുക, നേഴ്സ്റ്റിക്കേഷൻ പഠിക്കുക, ഡെറിവേഷൻസ് ഒക്കെ നോക്കി വെക്കുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കണം. അതെ, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഈ അവസാന നിമിഷം സ്പെൻഡ് ചെയ്യേണ്ടതാണ് പറയുന്നത്. ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേഴ്സ്റ്റിക്കേഷൻ ലോ സ്റ്റേറ്റ് ചെയ്യാൻ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ് ചോദിക്കാം. ഫാരഡേസ് ലോ ന്യൂമറിക്കൽസ്. കൊമേഴ്ഷ്യൽ സെല്ല് ഫ്യൂവൽ സെൽ ഒന്ന് പഠിച്ചേക്കും. ഫ്യൂവൽ സെൽ, അതുപോലെ കൊറോഷന്റെ ജസ്റ്റ് മെക്കാനിസം ഒന്ന് പഠിക്കുക. ഓക്കെ നെക്സ്റ്റ്. യെസ്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ ആണ്. കഴിഞ്ഞ തവണ 4 മാർക്കിന്റെ ഒരു ചോദ്യം സൊല്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ടൈമിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും 4 മാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മാർക്ക് ചോദ്യം നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് സൊല്യൂഷൻ ആയിരുന്നു. ഓക്കെ. ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. ന്യൂമറിക്കൽസ് റിലേറ്റഡ് ടു മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. റൗൾസ് ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അസിയോട്രോപിക് മിക്സേഴ്സ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, വാൻ ഹോ ഫാക്ടർ. അതിൽ മൊളാരിറ്റി ഒക്കെ 1 മാർക്കിന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചാണ് പ്രോബ്ലം ഉള്ളതെന്ന്. അപ്പോൾ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഒരു പ്രോബ്ലം ഒക്കെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും ഫസ്റ്റ് ടൈമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തോളൂ. ഫസ്റ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇന്ന് കൃത്യം 7 മണിക്ക് മെഗാ മാരത്തോണിലും അതേപോലെ നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ബൂസ്റ്ററിലൂടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പഠിപ്പിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ 4-5 മണിക്കൂർ ഞങ്ങളെ കൂടെ നിന്നാൽ മാത്രം മതി. അതേപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഓർഗാനിക് ഒക്കെ ബുദ്ധിമുട്ട്, ഓർഗാനിക് എനിക്ക് പഠിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നു ഇന്നത്തെ ലൈവിൽ ഇരുന്ന കുട്ടി അത് ഒരിക്കലും പറയില്ല. അതേപോലെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുമല്ലോ. ലൈവ് നമ്മൾ NCERT ബേസ്ഡ് ലൈവ് ആയിരിക്കും ഉള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാം ഫിസിക്സ് ഒക്കെ ടഫ് ആയിരുന്നു. NCERT പ്രോബ്ലംസ് ഒക്കെയാണ് വന്നത്. സോ കെമിസ്ട്രി NCERT ഓറിയന്റ് ചെയ്ത് തന്നെയായിരിക്കും.
കോണ്ടന്റ് വീഡിയോ കാണുന്ന സമയത്ത് കോണ്ടന്റ് വീഡിയോയിലൊക്കെ ക്രിസ്പ് ചെയ്തിട്ടാണ്, വളരെ ക്രിസ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കോണ്ടന്റ് വീഡിയോ. ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് കാണാം. ബൈ, ഓൾ ദി ബെസ്റ്റ്.